My dear friends, welcome to Plus 2 Accountancy Partnership Accounts second episode. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ വാട്ട് ഈസ് പാർട്ണർഷിപ്പ് അഥവാ ഡിഫൈൻ പാർട്ണർഷിപ്പ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്, വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ് and what are the main contents of partnership deed, and also what are the various rules applicable in the absence of partnership deed. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ പോകുന്നത്, ക്ലാസ് എടുക്കാൻ പോകുന്നത്. എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അത് തയ്യാറാക്കാൻ എത്ര മെത്തേഡ്സ് ഉണ്ട്, വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഫോർ പ്രിപ്പയറിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ അതിൻ്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാം, എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള അക്കൗണ്ട്സാണുള്ളത്: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് ഓൾസോ നോമിനൽ അക്കൗണ്ട്സ്. ഓക്കെ, അതിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അത് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. അതിൻ്റെ നേച്ചർ പേഴ്സണൽ അക്കൗണ്ടാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ പേഴ്സണൽ ഇൻ നേച്ചർ. അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്, അതിൻ്റെ നേച്ചർ വെച്ചിട്ടാണ്. ഇനി ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറി, പാർട്ട്നേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവർക്കുള്ള കമ്മീഷൻ തുടങ്ങിയ പാർട്ട്നേഴ്സിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും, അവർ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുന്ന തുകയും, അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സാലറി, കമ്മീഷൻ പോലുള്ള ഐറ്റംസും, ക്യാപിറ്റൽ കുറയുന്ന ഡ്രോയിങ്സ് പോലെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പോലെയുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് പോലുള്ള ഐറ്റംസുമാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരിക. അതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ അക്കൗണ്ടാണ്, പേഴ്സണൽ ഇൻ നേച്ചറാണ്. ആൻഡ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുമായി ബന്ധപ്പെട്ട എല്ലാ പേഴ്സണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക, അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് ഈ എപ്പിസോഡിൽ പഠിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അത് പേഴ്സണൽ ഇൻ നേച്ചറാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പേഴ്സണൽ അക്കൗണ്ട് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഒരു അക്കൗണ്ട് വരച്ചതിന് ശേഷം അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കോമൺ ആയിട്ട് എന്തൊക്കെയാണ് വരിക, അതിനുശേഷം നമുക്ക് അതിൻ്റെ മെത്തേഡ്സ് പഠിക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരേണ്ട ഐറ്റംസ്, ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ, അഥവാ ഒരു കണ്ടിന്യൂയിങ് ഫേം ആണെങ്കിൽ കഴിഞ്ഞ വർഷമേ അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ ബൈ ബാലൻസ് ബി ബൈ ഡി എന്ന് കാണിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ട അവർ ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അവർ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരിക. രണ്ടാമത്തത് അഡീഷണൽ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നു. അതേപോലെ തന്നെ പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിരിക്കണം. അവരെ പാർട്ട്നേഴ്സിനുള്ള സാലറി എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തെ ശമ്പളം, ഇനി ശമ്പളമില്ലെങ്കിൽ പാർട്ട്നേഴ്സിനുള്ള കമ്മീഷൻ, അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഒരു വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഭാഗം ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ പാർട്ട്നേഴ്സ് അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്സ്, അതിനോട് ഡ്രോയിങ്സ് എന്നാണ് പറയുക. ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുന്ന വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പിൻവലിച്ച തുക ഡ്രോയിങ്സ്,
ഇനി ആ ഡ്രോയിങ്സിന് മുകളിൽ സ്ഥാപനം ഇൻട്രസ്റ്റ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അവരെ ഷെയർ ഓഫ് ലോസ്, ഇനി പ്രോഫിറ്റ് ആവണം നിർബന്ധമില്ല, ചിലപ്പോൾ ലോസ് ആയിരിക്കാം, ഷെയർ ഓഫ് ലോസ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ പേഴ്സണൽ ഇൻ നേച്ചർ. ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ആൻഡ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദി പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ഹിയർ. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട, പാർട്ട്നേഴ്സിന് വ്യാപാരവുമായി ബന്ധപ്പെട്ട അഥവാ വ്യക്തിപരമായി അയാൾ പിൻവലിച്ച പൈസയുമായി ബന്ധപ്പെട്ട പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരച്ചുണ്ടാക്കുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇനി ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാർട്ട്ണർഷിപ്പിൽ 2 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്സ്. രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്ക് ആദ്യം എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം, 2 അക്കൗണ്ട് തയ്യാറാക്കണം. അതിൽ ഒന്നാമത്തെ അക്കൗണ്ടിൻ്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്നാണ്. അതിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സ് ഓപ്പണിങ്ങിൽ കൊണ്ടുവന്ന ക്യാഷും അവർ അഡീഷണലായിട്ട് കൊണ്ടുവന്ന ക്യാഷും എന്താ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ തന്നെ പാർട്ട്നേഴ്സ് പിൻവലിക്കുന്ന പെർമനൻ്റ് വിഡ്രോവൽ ഫ്രം ദ ബിസിനസ്, പാർട്ട്ണർഷിപ്പിൽ നിന്ന് അവർ സ്ഥിരമായിട്ട് പിൻവലിച്ച തുക. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഇവിടെ പ്രധാനമായിട്ട് 2 ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിരിക്കണം, 2 അക്കൗണ്ട് വരച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ അക്കൗണ്ട് പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൽ വരുന്ന ഐറ്റംസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് അവർ ഓപ്പണിങ്ങിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ, രണ്ടാമത്തത് അഡീഷണൽ ക്യാപിറ്റൽ, പിന്നെ മൂന്നാമത്തത് പെർമനൻ്റ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ അക്കൗണ്ട് വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത്, നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലും ക്യാപിറ്റൽ കൂടുന്ന ഐറ്റംസും നമ്മൾ വരച്ചുണ്ടാക്കുന്ന അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഒരു എക്സാമ്പിൾ, കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ ഓരോ ഐറ്റവും നോക്കിയാൽ മതി, ക്യാപിറ്റൽ കൂടുന്നതാണോ ക്യാപിറ്റൽ കുറയുന്നതാണോ. ഒരു എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽ കൂടുന്നതാണ്. സാലറി, പാർട്ട്നേഴ്സിന് കിട്ടുന്ന ശമ്പളം, പാർട്ട്നേഴ്സിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക. സാലറി ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക. കമ്മീഷൻ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ റൂള്, പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലും ക്യാപിറ്റൽ കൂടുന്ന ഐറ്റംസും ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി ക്യാപിറ്റൽ കുറയുന്ന ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അവരെ ലോസ് ആണെങ്കിൽ ഷെയർ ഓഫ് ലോസ്, ഇത്രയും കാര്യങ്ങൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഈ റൂൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഏത് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ റൂള്, പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലും ക്യാപിറ്റൽ കൂടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ പോലെയുള്ള ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും, ക്യാപിറ്റൽ കുറയുന്ന ഡ്രോയിങ്സ് പോലെയുള്ള ഐറ്റംസ് ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഏതായിരുന്നു? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡല്ലേ. അവിടെ നമ്മൾ ആദ്യം വരച്ചുണ്ടാക്കിയ അക്കൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക ബൈ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഫേം ആണെങ്കിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ക്യാപിറ്റൽ ഈ വർഷത്തേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തിടുകയാണ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ബൈ ബാലൻസ് പേ ബൈ ഡി. ഇനി ഈ വർഷം തുടങ്ങുന്ന പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവിടെ ബൈ ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുക. ഇനി അടുത്തത് പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ് വരിക ബൈ ക്യാഷ്, എമൗണ്ട് എഴുതുക. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ വരുന്നു ടു ക്യാഷ്, എമൗണ്ട് കോളത്തിൽ എമൗണ്ട് ചെയ്ത് ബാലൻസ് ചെയ്യുന്നു. നമ്മൾ 2 സൈഡും ബാലൻസ് ചെയ്യാം.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പാർട്ട്നേഴ്സിന് കിട്ടുന്ന മറ്റ് ബെനിഫിറ്റുകൾ ഒന്നും കാണിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒന്നും ഇതിൽ വരാൻ പാടില്ല. ഇതിൽ വരുന്ന ഐറ്റംസ് ഒന്ന്, പാർട്ട്നേഴ്സ് ഈ വർഷം ആരംഭിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഈ വർഷം ഓപ്പണിംഗ് കൊണ്ടുവന്ന ക്യാപിറ്റൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി കണ്ടിന്യൂസ് സ്ഥാപനമാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഈ പ്രാവശ്യത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് ബൈ ബാലൻസ് ബി ബൈ ഡി എന്ന് എഴുതുക. ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് ബൈ അഡീഷണൽ ക്യാപിറ്റൽ. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ 2 ഡ്രോയിങ്സ്. ഇത്ര ഐറ്റംസ് മാത്രമേ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഓരോ വർഷവും ഫിക്സഡ് ആയിരിക്കും. പൈസ പിൻവലിക്കുന്നില്ലെങ്കിൽ, അഡീഷണൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഫിക്സഡ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡിന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഇനി ഈ മെത്തേഡ് തന്നെ രണ്ടാമത്തെ അക്കൗണ്ട് കൂടി ഉണ്ടാക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഒരു അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ പോരാ, 2 അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കണം. രണ്ടാമത്തെ അക്കൗണ്ട് പേരാണ് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഒന്നാമത് തയ്യാറാക്കിയ അക്കൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്, രണ്ടാമത്തെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടാണ്. ഇനി പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ വരിക, പാർട്ട്നേഴ്സിന് കിട്ടുന്ന മറ്റുള്ള എല്ലാ ബെനിഫിറ്റും കറൻറ്റ് അക്കൗണ്ടിലാണ്. അതല്ലെങ്കിൽ പാർട്ട്നേഴ്സ് പിൻവലിക്കുന്ന തുകയും എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്യാപിറ്റൽ കുറയുന്ന ഐറ്റംസൊക്കെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. പാർട്ട്നേഴ്സിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ക്രെഡിറ്റ് സൈഡിലും, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറയാൻ ഇടയാകുന്ന ഡ്രോയിങ്സ് പോലെയുള്ള ഐറ്റംസ് ഡെബിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്കൗണ്ട് തയ്യാറാക്കി, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കഴിഞ്ഞ വർഷവും ഇതേ മെത്തേഡാണ് സ്ഥാപനം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി ബ്രോഡ് ഡൗൺ ചെയ്യുക ബൈ ബാലൻസ് ബി ബൈ ഡി. ഇനി പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്തത് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് എഴുതുക. പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ ബൈ സാലറി ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പാർട്ട്നേഴ്സിന് കമ്മീഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ ബൈ കമ്മീഷൻ. പിന്നെ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആണെങ്കിൽ അത് പാർട്ട്നേഴ്സിന് അവരെ റേഷ്യോയിൽ വിഭജിച്ച് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇനി പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് 2 ഡ്രോയിങ്സ്, അവർ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിച്ച തുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ടെങ്കിൽ 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ സ്ഥാപനം നഷ്ടത്തിലാണെങ്കിൽ 2 ഷെയർ ഓഫ് ലോസ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. എന്നതിന് ശേഷം അത് ബാലൻസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസാണ്, അതിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെങ്ങനെ പറയാം? അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഈച്ച് പാർട്ട്ണർ വിൽ ഹാവ് 2 അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത നമ്മൾ ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ടുകൾ വീതം ഉണ്ടാക്കിയിരിക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് വണ്ണാണ് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. നമ്മൾ 2 അക്കൗണ്ട് വരച്ചു. ഒന്നാമത്തെ അക്കൗണ്ടിന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന അക്കൗണ്ട് എന്ന് പേര് കൊടുക്കുക, രണ്ടാമത്തെ അക്കൗണ്ടിന് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. സെക്കൻഡ് മെത്തേഡിൻ്റെ പേരാണ് നമുക്ക് ഈ ഐറ്റംസ് എഴുതി വെക്കാൻ വേണ്ടി വേണമെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സിൽ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ ഇത്ര സമയം പറഞ്ഞത്. രണ്ടാമത്തെ മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കുന്ന. നമ്മൾ തൊട്ടുമേലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും നമ്മൾ വരച്ചിട്ടില്ലേ? അതിൽ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം ശമ്പളം ഓരോ വർഷവും വർദ്ധിക്കും, കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓരോ വർഷവും മാറുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ മാറുന്ന എല്ലാ ഐറ്റംസും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലും, മാറാത്ത ഐറ്റംസാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തിയത് ഫസ്റ്റ്. അതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ആ സ്ഥാനത്ത് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലായ്പ്പോഴും ഫിക്സ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഉപയോഗിച്ച മെത്തേഡ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഞാൻ സൂചിപ്പിച്ചു, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി 1 അക്കൗണ്ട്, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ഈച്ച് പാർട്ട്ണർ ഈസ് മെയിൻറ്റെയിൻഡ്. അതിൻ്റെ അർത്ഥം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി, 2 അക്കൗണ്ട് വരയ്ക്കേണ്ട. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഈ അക്കൗണ്ടിൽ തന്നെ രേഖപ്പെടുത്തുക. അക്കൗണ്ട് പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ആകെ ഒരു അക്കൗണ്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അതിൻ്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്.
ഇതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ഓപ്പണിങ്ങിൽ കൊണ്ടുവന്ന ക്യാഷും അതുപോലെ ക്യാപിറ്റൽ കൂടുന്ന എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ഓപ്പണിങ്ങിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതുപോലെ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റംസും ക്രെഡിറ്റ് സൈഡിലും ക്യാപിറ്റൽ കുറയുന്ന ഐറ്റംസ് ഡെബിറ്റ് സൈഡിലും എഴുതി ബാലൻസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രം വരയ്ക്കുക. ആ അക്കൗണ്ടിൻ്റെ പേര് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസാണ് ആദ്യം പറയുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസാണ് ഞാൻ ആദ്യം പറയുന്നത്. ഫസ്റ്റ് വരിക പാർട്ട്നേഴ്സ് ഓപ്പണിങ്ങിൽ കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. അത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി ഒരു റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ, എന്നാൽ കഴിഞ്ഞ വർഷമുള്ള സ്ഥാപനമാണെങ്കിൽ അവിടെ ഈ വർഷം കൊണ്ടുവന്ന ക്യാഷല്ല, അത് റണ്ണിങ് ബിസിനസ്സാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അത് ബൈ ബാലൻസ് ബി ബൈ ഡി. അപ്പോൾ ഫസ്റ്റ് ഐറ്റം വരിക ബൈ ബാലൻസ് ബി ബൈ ഡി, അതല്ലെങ്കിൽ ഈ വർഷം ആരംഭിച്ചാണ് ബൈ ക്യാഷ് എമൗണ്ട് ചെയ്ത്. ഇനി ഈ വർഷം പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ബൈ ക്യാഷ് എന്ന് എഴുതുക, എമൗണ്ട് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ. ഇനി പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ്, കാരണം ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട്. ഇനി അടുത്തത് പാർട്ട്നേഴ്സിന് സാലറി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്കോ അല്ലെ എല്ലാ പാർട്ട്നേഴ്സിനുമോ സാലറി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ സാലറി എമൗണ്ട് എഴുതുക. ഇനി ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ്, ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്, ബൈ കമ്മീഷൻ എമൗണ്ട് എഴുതുക. ഇനി കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആണെങ്കിൽ അതും നമ്മൾ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റം ആയതുകൊണ്ട് ബൈ ഷെയർ ഓഫ് പ്രോഫിറ്റ് എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റംസാണ്. ഒന്ന് ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നിന്ന് പൈസ വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റമാണ്, അപ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ ചെയ്ത 2 ഡ്രോയിങ്സ്. ഇനി ഈ ഡ്രോയിങ്സിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് സ്ഥാപനം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ കുറയുന്നതാണ് ഐറ്റമാണ്, അപ്പോൾ അതും ഡെബിറ്റ് സൈഡിലാണ് 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി കഴിഞ്ഞ വർഷം സ്ഥാപനം നഷ്ടത്തിലാണെങ്കിൽ അതും അവരെ ക്യാപിറ്റലിൽ നിന്നാണ് പിടിക്കുക, കുറയുന്നതാണ്, അത് ഡെബിറ്റ് സൈഡിൽ വരും, അവരെ ക്യാപിറ്റൽ കുറയും, 2 ഷെയർ ഓഫ് ലോസ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന ഐറ്റംസാണ്. അതിനുശേഷം ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡാണ്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. താങ്ക് യു.